ഒരു ചെറിയ അപ്ഗ്രേഡ് എന്നുള്ള അർത്ഥത്തിൽ BMCയുടെ ഒരു പെർഫോമൻസ് എയർ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറെ കൂടി ഫൺ ടു റൈഡ് ആയിരിക്കും. വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ മീറ്റിയോർ 650 ആയിട്ടാണ്. സൂപ്പർ മീറ്റിയോർ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 years ആവാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ January 2023 ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്നത്. അന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്താണ് എൻ്റെ ഫ്രണ്ട് ഈ വണ്ടി എടുത്തത്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ട്. ഞാനവിടെ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ വരെ പോയി, തൃശ്ശൂർ കുറേ കറങ്ങി, തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലോട്ട് വന്നു. ഈ 2 ദിവസം വണ്ടി കൊണ്ട് നടന്നിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. മെയിനായിട്ട് ഇതിൻ്റെ പറയാനുള്ളത് എൻ്റെ എഞ്ചിൻ തന്നെയാണ്. ഇൻ്റർസെപ്റ്ററിലും കോണ്ടിനെൻ്റൽ GTയിലും വരുന്ന സെയിം 650cc തന്നെയാണ് മീറ്റിയോറിലും വരുന്നത്. ഇതൊരു ക്രൂസർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. നിയർലി 241 kilograms ആണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. വണ്ടിയുടെ വെയിറ്റ് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഇതിൻ്റെ ടേണിംഗ് റേഡിയസും അത്യാവശ്യം കുറവാണ്. നമ്മൾ സിറ്റിയിലൊക്കെ ഒന്ന് വളച്ചൊക്കെ എടുക്കണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ സിറ്റിയിലൊക്കെ ഒരു U-turn അല്ലെങ്കിൽ നിന്ന് വളയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ഫ്രണ്ടിലോട്ടും ബാക്കിലേക്കൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു സിറ്റി യൂസിന് വേണ്ടി ഇറക്കിയിട്ടുള്ള വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ വലിയ സങ്കടമൊന്നുമില്ല. ഈ വണ്ടിയുടെ ഓണർ എടുത്തിരിക്കുന്നതും കൂടുതലും ഇത് ഹൈവേ യൂസിന് വേണ്ടി തന്നെയാണ്. ഞാനും ക്രൂസർ ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ ഈ ബൈക്ക് തറോലി എൻജോയ് ചെയ്തു. ഓടിച്ചോടത്തോളം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയായിട്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എല്ലാ വണ്ടിയും ഒരിക്കലും പെർഫെക്റ്റ് അല്ലല്ലോ. ഈ വണ്ടിക്ക് ഇതിൻ്റെതായ കുറവുകളുണ്ട്, ഇതിൻ്റെതായ പ്ലസ്സും ഉണ്ട്. ഈ വണ്ടിയിൽ 1-2 മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ കാണുമ്പോൾ നോട്ടീസ് ചെയ്യാൻ പോകുന്നതിൻ്റെ മിറേഴ്സാണ്. റോയൽ എൻഫീൽഡിൽ തന്നെ ടൂറിംഗ് മിറേഴ്സാണ് വെച്ചിരിക്കുന്നത്. ഈ മിററിന് ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിന് ആൻറ്റി ഗ്ലെയർ കോട്ടിംഗ് വരുന്നത്. ഇപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബാക്കിലത്തെ വണ്ടികൾ നമ്മൾ ഹൈവേമൊക്കെ ഇട്ട് വന്നാൽ നമ്മുടെ കണ്ണിലേക്ക് അടിച്ച് കയറത്തില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് നിയർലി 3,000 or 3,500 rupees ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചെയ്തിട്ടുള്ളതാണ് ടൂറിംഗ് സീറ്റ്സ്. സൂപ്പർ മീറ്റിയോറിന് സ്റ്റോക്ക് വരുന്നത് സ്പ്ലിറ്റ് സീറ്റ്സ് ആണ്. ഇതിൻ്റെ ഓണർ ഇതിൽ ടൂറിംഗ് സീറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഇസ് ആക്ച്വലി റിയലി കംഫർട്ടബിൾ. അത് പില്ലിയൻ ആണെങ്കിൽ ശരി, റൈഡർ ആണെങ്കിൽ ശരി. സ്റ്റോക്ക് സീറ്റിനേക്കാളും ഒരു പൊടിക്ക് ഹൈറ്റ് കൂടുതലാണ്. എന്ന് വെച്ചാൽ കാലെത്തുന്നതിലൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ആ കൺസേൺ പറഞ്ഞത് എന്നെ പോലത്തെ ഷോർട്ട് റൈഡേഴ്സിനാണ്. ഈ വണ്ടിയുടെ ഓണർ നിയർലി 6 feet ആണ്. അപ്പോൾ അത്രയും ഹൈറ്റുള്ള ആൾക്കാർക്കൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. സീറ്റ് ഹൈറ്റ് വരുന്നത് നിയർലി 740 mm ആണ്, വിച്ച് ഇസ് നോട്ട് ബാഡ് അറ്റ് ഓൾ. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ വെയിറ്റിൻ്റെ കാര്യം. 241 kilograms ആണ് വണ്ടിയുടെ വെയിറ്റ്. പിന്നെ ഈ വണ്ടിയുടെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നല്ലപോലെ തന്നെയാണ് റോയൽ എൻഫീൽഡ് ചെയ്തിട്ടുള്ളത്. ഈവൻ വണ്ടി ഒരു സൈഡിലേക്ക് മറിഞ്ഞ് വീണാൽ തന്നെ നമുക്ക് ഈസിലി പൊക്കിയെടുക്കാം, ആരുടെ സഹായമില്ലാണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഈ വണ്ടി മറിഞ്ഞു വീണുന്നല്ല ഞാൻ പറഞ്ഞത്, ഓൾമോസ്റ്റ് കയ്യിൽ നിന്ന് പോയി, പക്ഷേ എനിക്ക് അവിടെ നിന്ന് തന്നെ പൊക്കിയെടുക്കാൻ പറ്റിയെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത്രയും ചെയ്യാൻ പറ്റിയെങ്കിൽ ഡെഫിനറ്റ്ലി വണ്ടി സൈഡിലേക്ക് മറിഞ്ഞ് വീണാലും പൊക്കിയെടുക്കാൻ വളരെ സിമ്പിളായിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് കമ്പനി അവകാശപ്പെടുന്ന ഒരു 150 kilometers ആണ്. പിന്നെ ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം പുഷ് ചെയ്തിട്ടില്ല. ഞാൻ മാക്സിമം 100 വരെയൊക്കെ കയറിയിട്ടുള്ളൂ. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മീറ്റിയോർ ആയാലും ഇൻ്റർസെപ്റ്റർ ആയാലും GT650 ആയാലും ഒരു ചെറിയ അപ്ഗ്രേഡ് എന്നുള്ള അർത്ഥത്തിൽ BMCയുടെ ഒരു പെർഫോമൻസ് എയർ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറെ കൂടി ഫൺ ടു റൈഡ് ആയിരിക്കും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ലോ ആൻഡ് ടോർക്കാണ്. ഞാൻ ആക്ച്വലി 4th ഗിയറിൽ ഒരു 40 kilometers എഞ്ചിൻ നോക്കിംഗ് ഒന്നും ഇല്ലാണ്ട് സ്മൂത്തായിട്ട് കടന്നുപോയി. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഈവൻ ദോ ദിസ് ഇസ് എ 650cc. പിന്നെ ലോ എൻഡിൻ്റെ കാര്യം നമ്മൾ അധികം പറയേണ്ട കാര്യമില്ല. ഇതൊരു റോയൽ എൻഫീൽഡാണ്, അപ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാം. പിന്നെ പറയാനുള്ളതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് LED തന്നെയാണ് വരുന്നത്. ഈ ഒരു LED സെറ്റപ്പ് തന്നെയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ റോയൽ എൻഫീൽഡും നമ്മൾ കണ്ടുവരുന്നത്. ഇത് സൂപ്പർ മീറ്റിയോറിൽ മാത്രമാണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഹൈവേയും ആക്ച്വലി തെങ്ങിൻ്റെ മുകളിലോട്ടാണ് പോകുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ കാണാൻ പറ്റും. സപ്പോസ് നമുക്ക് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ റിക്വയർഡ് പൊസിഷനിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ കാണുന്ന നട്ട് ടൈറ്റ് ചെയ്താൽ മതി. അഗൈൻ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വണ്ടികൾക്കും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഈ വണ്ടിയിലാണ് ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 15.7 liters ആണ്. ഇതിന് മൈലേജ് എനിക്ക് കിട്ടിയത് നിയർലി ഒരു 22 to 24 ഒക്കെയാണ്. ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പോൾ അവർക്ക് നിയർലി 30 ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈവേസിലൊക്കെ. ഇത് പുതിയ വണ്ടി ആയതുകൊണ്ടായിരിക്കാം എനിക്കൊരു 22 to 24 ഒക്കെ കിട്ടിയിട്ടുള്ളൂ. വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്, അപ്പോൾ മൈലേജ് കുറയുന്നതിൽ എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊരു കൺസേൺ തോന്നിയില്ല സത്യം പറഞ്ഞാൽ. 25 to 30 എന്ത് കിട്ടിയാലും ഹാപ്പിയാണ്. സ്പീഡോമീറ്ററിലേക്ക് വരുമ്പോൾ നമ്മുടെ മീറ്റിയോർ 350ലും 100 350ലും കാണുന്ന അതേ സെയിം ക്ലസ്റ്റർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അത് എനിക്ക് ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നും. സംഭവം ശരിയാണ്, സൂപ്പർ മീറ്റിയോർ ഇറങ്ങിയിട്ട് വേറെ അപ്ഗ്രേഡ്സ് ഒന്നും വന്നിട്ടില്ല. പ്രോബ്ലി 2025 ഒരു അപ്ഗ്രേഡഡ് വേർഷൻ വരുമായിരിക്കും. അതിൽ നമുക്ക് ഹിമാലയനിൽ കണ്ടുപോലത്തെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ കിട്ടുമായിരിക്കും. ബട്ട് ആസ് ഓഫ് നൗ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല, ജസ്റ്റ് ഒരു ബേസിക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ മാത്രമാണ്. പിന്നെ എല്ലാ റോയൽ എൻഫീൽഡും കാണുന്ന പോലെ ട്രിപ്പ് നാവിഗേഷൻ വരുന്നുണ്ട്. ഞാനത് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. ഇറ്റ്സ് വെരി മച്ച് ഓക്കെ. നമുക്ക് ഫോൺ മൗണ്ട് ചെയ്യാണ്ട് മാപ്സ് ഒക്കെ യൂസ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സിറ്റി ലിമിറ്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. നമ്മൾ ഹൈവേസിലൊക്കെ കയറുമ്പോൾ ഈ ഹെഡ്ലൈറ്റ് പോരാ എന്ന് തന്നെ നമുക്ക് ഡെഫിനറ്റ്ലി തോന്നും. ഒരു പെയർ ഫോക്സ് ലാംപ്സ് വാങ്ങി വെച്ചാൽ തീരാവുന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാവുന്നത്. അത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. സൂപ്പർ മീറ്റിയോർ എടുത്തിട്ട് ഷോർട്സ് ഒക്കെ ഇട്ട് ആരെങ്കിലും ഓടിക്കാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ കാണുന്ന സൈഡ് ഉണ്ടല്ലോ, ഇത് അത്യാവശ്യം ഹീറ്റാവും. ഇത് ഹീറ്റ് ഷീൽഡാണ്. ഹീറ്റ് ഷീൽഡ് ആണെങ്കിൽ കൂടി ഞാനിപ്പോൾ ജീൻസ് ഇട്ടിട്ട് തന്നെ എനിക്ക് ചില സമയത്തൊക്കെ കാല് താഴെ കുത്തുമ്പോൾ അവിടെ നിന്ന് ഹീറ്റ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഷോർട്സ് ഒക്കെ ഇട്ട് വന്നാൽ പറയണ്ട എന്ന് സംഭവിക്കുന്നുള്ളൂ. പിന്നെ പറയാനുള്ളതിന് റെയർ ഷോക്സ് അത്യാവശ്യം നല്ല സ്റ്റിഫാണ്. ഹൈവേസിലൊക്കെ പോകുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു മോശം റോഡ് അല്ലെങ്കിൽ കുഴിയിലൊക്കെ വീഴുമ്പോൾ നേരെ നമ്മുടെ നടുവിനാണ് അടി കിട്ടുന്നത്. ഐ ബിലീവ് നെക്സ്റ്റ് അപ്ഗ്രേഡിൽ റോയൽ എൻഫീൽഡ് ഇത് പരിഹരിക്കുമെന്ന്. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇതിന് ടാക്കോമീറ്റർ വരുന്നില്ല. ഒരു 650cc ആയതുകൊണ്ട് തന്നെ ഇൻ്റർസെപ്റ്ററിലാണെങ്കിലും GTയിലാണെങ്കിലും ടാക്കോമീറ്റർ കണ്ട് ശീലിച്ചതാണ്. ആ സെയിം എഞ്ചിൻ സൂപ്പർ മീറ്റിയോറിലേക്ക് അവർ കൊണ്ടുവന്നപ്പോൾ ഒരു ടാക്കോമീറ്റർ കൊടുക്കായിരുന്നു. അതില്ലാത്തത് എനിക്കൊരു ഡ്രോബാക്ക് പോലെ തോന്നിയിട്ടുണ്ട്.
പിന്നെ ഈ വണ്ടിക്ക് റൈഡ് മോഡ്സ് ഒന്നും വരുന്നില്ല. നിയർലി ഒരു 4,60,000 4,70,000 ഓൺ റോഡ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു വണ്ടിക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലും ഇല്ല എന്ന് പറയുന്നത് ഒരു മേജർ ഡ്രോബാക്ക് തന്നെയാണ്. സൂപ്പർ മീറ്റിയോറിന് ഇനി ഒരു അപ്ഗ്രേഡ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും അതൊക്കെ പരിഹരിച്ചിട്ട് റോയൽ എൻഫീൽഡ് ഇറക്കുള്ളൂ. പക്ഷേ ഫോർ നൗ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൽ കൂടുതലൊന്നും കിട്ടത്തില്ല. ഡിസ്റ്റൻസ് ടു എംടി പോലും ഇതിൻ്റെ അകത്ത് കാണിക്കില്ല എന്നുള്ളതാണ്. എൻ്റെ ഫാമിലിയിൽ ഒരു മീറ്റിയോർ 350 ഉള്ളതാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ ഫ്യൂൽ ഗേജ് അത്ര ആക്യുറേറ്റ് അല്ല എന്നുള്ളത്. ആ സെയിം ഫ്യൂൽ ഗേജ് തന്നെയാണ് ഇതിലും വരുന്നത്. അതുകൊണ്ട് ഡിസ്റ്റൻസ് ടു എംടി ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എസ്പെഷ്യലി ഓൺ ലോങ് റൈഡ്സ്. പിന്നെ ചെറിയൊരു ടിപ്പ് എനിക്ക് തരാനുള്ളത്, അതിപ്പോൾ ഇൻ്റർസെപ്റ്റർ ആയിക്കോട്ടെ, GT ആയിക്കോട്ടെ, സൂപ്പർ മീറ്റിയോർ ഓണേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഈ ലീവേഴ്സ് ഉണ്ടല്ലോ, ഈ ലീവേഴ്സിന് ഒരു ലീവറിൻ്റെ വില നിയർലി 5,000 റുപ്പീസാണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ കേസ് അത് മാറാൻ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണ് എങ്കിൽ നിങ്ങൾക്ക് മീറ്റിയോർ 350യുടെ ലീവേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. അത് റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ മീറ്റിയോറായിട്ട് വന്നപ്പോൾ പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നു. അപ്പോൾ ഷെയർ ചെയ്തെന്ന് മാത്രം. ഇപ്പോൾ ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതായിട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമുക്ക് വണ്ടി കുറച്ച് നേരം ഒന്ന് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. സിറ്റി ലിമിറ്റ്സിൽ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ അത്യാവശ്യം ഹീറ്റിംഗ് വണ്ടിക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ സിറ്റിയിൽ തീരെ കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷേ ഹീറ്റിംഗ് പ്രതീക്ഷിക്കാം വണ്ടിയിൽ. അത് ഐ ബിലീവ് ഇൻ്റർസെപ്റ്റർ ആണെങ്കിലും GT ആണെങ്കിലും സെയിം തന്നെയായിരിക്കും വരുന്നത്. പിന്നെ ഇതൊരു ക്രൂസർ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഹീറ്റിംഗ് കുറച്ചുകൂടി അധികം നമുക്ക് ഫീൽ ചെയ്യുന്നു മാത്രം. ഈ ടൂറിംഗ് മിറേഴ്സ് കാഴ്ചയിൽ ചെറുതാണെങ്കിലും വളരെ പേർപ്പസ് സെർവ് ചെയ്യുന്ന ഒരു മിറേഴ്സ് തന്നെയാണ് കേട്ടോ. വിസിബിലിറ്റിക്ക് തീരെ കുറവ് നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളത് എടുത്ത് തന്നെ പറയണം. ഈ വീഡിയോ കാണുന്നതിൽ അണ്ടർ 5 lakh ബഡ്ജറ്റ് നിങ്ങളൊരു ക്രൂസർ ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ കണ്ണുമൂട്ടി എടുക്കാവുന്ന ഒരു വണ്ടിയാണ് റോയൽ എൻഫീൽഡിൻ്റെ സൂപ്പർ മീറ്റിയോർ 650. ഞാനൊരു ക്രൂസർ ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ റൈഡ്സ് കൂടുതലും ഹൈവേസിലാണ്. അതുകൊണ്ട് തന്നെ നാളെ ഇതേപോലത്തെ ഒരു ക്രൂസർ ബൈക്ക് എടുത്താലും ഐ വോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ് അറ്റ് ഓൾ. ഞാൻ നേരത്തെ ഇതിൻ്റെ ടോപ്പ് സ്പീഡിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. കമ്പനി പറയുന്നത് ഒരു 150 km/h ആണ് എൻ്റെ ടോപ്പ് സ്പീഡ്. പക്ഷേ ഒരു കംഫർട്ടബിൾ ക്രൂസിംഗ് സ്പീഡ്, അതൊരു ക്രൂസർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു 110 to 120 ആണ് എനിക്ക് ഫീൽ ചെയ്തത്. 6 ഗിയറിലിട്ട് ഒരു 110 120 നമുക്ക് ഈസിലി ക്രൂസ് ചെയ്ത് പോകാം, വണ്ടിക്ക് ഒരു സ്ട്രെസ്സും വരാത്ത അർത്ഥത്തിൽ. പിന്നെ അഗൈൻ ഞാൻ പറഞ്ഞു ഇതൊരു പുതിയ വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ അത് മാക്സിമം പുഷ് ചെയ്തിട്ടില്ല. മാക്സിമം 100 വരെ കയറ്റിയിട്ടുള്ളൂ. പിന്നെ ഇതൊരു ക്രൂസർ ബൈക്കാണ്, ഇതൊരു ടോപ്പ് സ്പീഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു വണ്ടിയല്ല സത്യം പറഞ്ഞാൽ. കമ്പനി ഈ ഒരു എഞ്ചിൻ അത്ര ടോപ്പ് സ്പീഡ് പറയുന്നുണ്ടെങ്കിലും ഇതൊരു ക്രൂസർ ബൈക്കാണ്. അപ്പോൾ അതിൻ്റേതായ റെസ്പെക്റ്റ് കൊടുക്കുക. ഒരു 110 to 120 ഒക്കെയാണ് ഇതിൻ്റെ ഒരു കംഫർട്ടബിൾ ക്രൂസിംഗ് സ്പീഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ എത്ര പവർഫുൾ വണ്ടി എടുത്താലും ഒരു വണ്ടിയിൽ നമ്മൾ എപ്പോഴും 150 160 അടിച്ചൊന്നും പോകുന്നില്ല. ഒരു സ്ട്രെച്ച് റോഡ് കിട്ടുമ്പോൾ കുറച്ചൊരു നേരത്തേക്ക് നമ്മളൊന്ന് കൈ കൊടുത്ത് പോകും, അത്രേ ഉള്ളൂ. അല്ലാത്ത പക്ഷേ മെജോറിറ്റി ആൾക്കാർ ഒരു 100 110 തന്നെയാണ് ക്രൂസ് ചെയ്ത് എപ്പോഴും പോകാറ്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ നമുക്ക് 110 to 120 ഈസിലി ക്രൂസ് ചെയ്ത് പോകാമെന്നാണ്. അപ്പോൾ സൂപ്പർ മീറ്റിയോർ 650യുടെ എൻ്റെ ചെറിയൊരു റൈഡ് റിവ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മോട്ടോർ സൈക്കിൾ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.